ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ IPLന്റെ ഫൈനൽ മാച്ചായ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നമ്മുടെ മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഗീവ് അവേ ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് വൺ. അതായത് നമ്മുടെ ശിവാൻ ദുബെ സിഗ്നേച്ചർ ചെയ്ത ഒരു ബാറ്റാണ് ഇത്. വലിപ്പമൊന്നും ഇല്ല കേട്ടോ, അത് ഭയങ്കര ചെറുതാണ്. അത് കണ്ടില്ല, എൻ്റെ ഒരു കൈ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വലിപ്പം. പക്ഷേ ഇതിൽ ഒറിജിനൽ ശിവാൻ ദുബെയുടെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം അല്ല, ടോട്ടലി 3 എണ്ണം. ഈ 3 ബാറ്റ് നമ്മൾ ഇന്നത്തെ ദിവസം ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഗീവ് അവേയിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാ ശിവാൻ ദുബെ ശരിക്കും സിഗ്നേച്ചർ ചെയ്തതാണ്, അല്ലാതെ എൻ്റെ കള്ളപ്പൊന്നും അല്ല കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീവ് അവേ ചെയ്യുന്നതാണ്. ഇത് എന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ടല്ല. നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് കിട്ടേണ്ട കാര്യമൊക്കെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് 3 എണ്ണം, ഒരാൾക്കല്ല 3 ആൾക്കാണ് ഇത് കിട്ടുക കേട്ടോ. ഒന്നൊന്നല്ല 3 ആൾക്കാണ് കിട്ടുക. ഇതിവിടെ ഇരിക്കട്ടെ, ബാക്കി വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ മാച്ചിനെ പറ്റി നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. ഈ SP4Tech ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കയറിയാലേ നിങ്ങൾക്ക് ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് തിങ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലാണ് നമ്മൾ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ മസ്റ്റ് ജോയിൻ ചെയ്യണം. പിന്നെ മെമ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീംസൊക്കെ ഇവിടെ ഷെയർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ മെമ്പേഴ്സ് ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അതുപോലെ തന്നെ ഗീവയുടെ കാര്യം ഞാൻ എന്തായാലും ഇടയിൽ വെച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ മത്സരം നടക്കുന്നത് മെയ് 26-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. കാരണം ഇന്നലെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ RR വേഴ്സസ് SRH തമ്മിൽ തന്നെ. അതിൽ SRH ആണ് ഈസി ആയിട്ട് വിൻ ചെയ്തത്. SRHന് ഈ ഒരു പിച്ചിൽ കളിച്ചപ്പോൾ ഒരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. സോ അവർക്ക് ഏകദേശം ആ ഒരു പിച്ചിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അപ്പോൾ നമ്മുടെ പിച്ചിനെ പറ്റി നോക്കാം. നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വാളിഫയർ മാച്ച് ആയിരുന്നു. ഫസ്റ്റ് ബാറ്റ് നമ്മുടെ SRHനായിരുന്നു. SRH എന്നുള്ള ഒരു ടീം 175 റൺസിന് 9 വിക്കറ്റ് നഷ്ടപ്പെട്ടു കേട്ടോ. 9 വിക്കറ്റ്. ദെൻ അതുപോലെ തന്നെ RR എന്നുള്ള ടീം 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ കംപ്ലീറ്റ് ചെയ്തു. വെറും 139 റണ്ണേ എടുക്കാൻ പറ്റുള്ളൂ. 7 വിക്കറ്റ് പോയി. മാക്സിമം അടിച്ച് കളിക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ധ്രുജുവിലാണ് അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. ആ ഒരു ടീം വിന്നിങ്ങിലോട്ട് എത്തിയില്ല. എന്തൊക്കെ ചെയ്തിട്ടും എത്തിയില്ല. കാരണം അത്രയ്ക്ക് ടഫ് ബോളിംഗ് ആയിരുന്നു നമ്മുടെ SRHൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. സോ അപ്പോൾ 2 മാച്ചിലും കൂടെ ഏകദേശം എത്ര വിക്കറ്റ്സ് പോയി? 9+7. ഞാൻ റീസെൻ്റ് ആയിട്ട് പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു 15 വിക്കറ്റ് 16 വിക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ലാസ്റ്റ് നടന്ന ഒരു 4 മത്സരമോട് നോക്കിയാൽ മതി. പിച്ച് ഏതൊന്നും നോക്കണം, 4 മത്സരമോട് നോക്കിയാൽ മതി. SRH വേഴ്സസ് RR ഏകദേശം 9+7 എത്ര 16 വിക്കറ്റ്സ് വീണിട്ടുണ്ട്. ദെൻ അതിന് മുന്നേ നടന്ന നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് RR മാച്ച് ഏകദേശം എത്ര വിക്കറ്റാണ്? 8+6 14 വിക്കറ്റ്സ് വീണിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ SRHും കൊൽക്കത്തയും കൂടെ കളിച്ച കളി, അവിടെയും 12 വിക്കറ്റ് വീണിട്ടുണ്ട്. സോ ദ തിങ് ഈസ്, എന്തായാലും ഒരുപാട് വിക്കറ്റ്സ് വീഴും. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബൗളേഴ്സിനെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അവരെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും. കാരണം പിച്ചിൻ്റെ ഘടനയൊക്കെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് സ്പിന്നേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ടാണ് നമുക്ക് ഇന്നലെ നടന്നൊരു മത്സരത്തിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പണ്ടത്തെ ചെപ്പോക്ക് തിരിച്ചു വന്നെന്ന് വേണേൽ പറയാം. ഇപ്പോൾ സ്പിന്നേഴ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നേഴ്സിന് അത്ര സപ്പോർട്ടൊന്നുമല്ല, ബട്ട് എന്നാലും മെയിൻ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ആ സ്പിന്നേഴ്സിനെ കൊണ്ടാണ്. സോ അപ്പോൾ എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത്. അഭിഷേക് ശർമ്മ 2 വിക്കറ്റ്, അതുപോലെ തന്നെ ഷബാസ് അഹമ്മദ് 3 വിക്കറ്റ്. ഓക്കെ, ഷബാസ് അഹമ്മദ് സ്പിന്നറാണ്, അഭിഷേക് ശർമ്മ സ്പിന്നർ. ഏകദേശം 2 പേരും കൂടെ 5 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിന് അവിടെ സ്പിന്നേഴ്സിന് വിക്കറ്റ്സ് വരുന്നുണ്ട്. ദെൻ ചഹാൽ വിക്കറ്റ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അശ്വിന് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇന്നിങ്സിൽ വിക്കറ്റ് വീണു. ഫസ്റ്റ് ഇന്നിങ്സിലും വീഴും. സെക്കൻഡ് ഇന്നിങ്സിലാണ് കൂടുതൽ വീണതെന്ന് മാത്രം ഞാൻ പറയുന്നു. ബട്ട് ദ തിങ് ഈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ KKRൽ 2 അടിപൊളി സ്പിന്നേഴ്സ് ഉണ്ട്, സുനിൽ നരേനും ചക്രവർത്തിയും. ദെൻ നമ്മുടെ SRH നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല. അത്ര സൂപ്പർ സ്പിന്നറൊന്നുമല്ല ഷബാസിനെ വെച്ച് നോക്കുമ്പോൾ, ബട്ട് അദ്ദേഹത്തിന് നല്ല വിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ പിച്ചിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 180 റൺസൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഫസ്റ്റ് ഇന്നിങ്സിൽ. 180 ഏത് ടീം ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും ഒരു 180 റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിക്കറ്റ്സ് വീഴുകയാണെങ്കിൽ മിനിമം ഫസ്റ്റ് ഇന്നിങ്സിൽ 6+ വിക്കറ്റ് വീഴും, അത് ഷുവറാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ അതിൽ കൂടുതൽ 6ന് മുകളിലേ പോകത്തുള്ളൂ. ഫസ്റ്റ് ഇന്നിങ്സിൽ വീണ വിക്കറ്റ്സിനെക്കാളിലും കൂടുതൽ സെക്കൻഡ് ഇന്നിങ്സിൽ വീഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ ചെന്നൈയുടെ വെതർ റിപ്പോർട്ടൊക്കെ പറയുന്ന സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ഒരു ചെറിയൊരു ചാൻസ് അത്രയേ ഉള്ളൂ. പക്ഷേ ചാൻസ് ഇല്ല, പെയ്യില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പിച്ചിൽ ഏകദേശം 33 മത്സരം കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് 18 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് 13 എണ്ണവും ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത 18 എണ്ണമാണ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ 168 റൺസാണ് ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങളുടെ ഘടന വെച്ച് നോക്കുന്ന സമയത്ത്. പിച്ച് റിപ്പോർട്ട് ഓവറോൾ പറയുമ്പോൾ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് 166, അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 573 വിക്കറ്റ്സും സ്പിൻ ബോളേഴ്സ് 356 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വെതർ റിപ്പോർട്ട് പറയുമ്പോൾ 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏകദേശം 13% മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10% പക്ഷേ പെയ്തില്ല. ഇപ്രാവശ്യം 13% ഉണ്ട്. പെയ്യോ പെയ്യില്ല എന്നൊക്കെ കണ്ടറിയാം. ദ തിങ് ഈസ് ഗീവ് അവേ അല്ലേ. അപ്പോൾ ഈ ഗീവ് അവേയിൽ നിങ്ങൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ പിന്നീടായിട്ട്, അതായത് നമ്മുടെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം ഞാനിവിടെ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇവിടെ പിന്നീടായിട്ട് കിടക്കുന്നതെന്ന് നോക്കിയോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇതാ പിന്നീട് മെസ്സേജ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺടെസ്റ്റ് കിട്ടും. അതൊരു കോൺടെസ്റ്റാണ്, ഡ്രീമിലല്ല, അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അത് വീഡിയോയുടെ എൻഡിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ കോൺടെസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പേസ്റ്റ് ചെയ്യും. ഇതിൽ ഫസ്റ്റ് 0 rupees ക്യാഷ് പ്രൈസ് ഒന്നും വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിലും അതിന് 5 രൂപ എൻട്രി ഫീസ് കൊടുക്കാമെന്ന് മാത്രം. വേണ്ട, ഗീവ് അവേ അല്ലേ, ക്യാഷ്ലെസ് നമുക്ക് ചെയ്യാം. 0 rupees നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന 3 പേർക്ക് ഈ ബാറ്റ്, അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഈ ബാറ്റ് കൊടുക്കും. അപ്പോൾ അതിൽ എനിക്ക് റീപ്ലൈ ഇടുന്നവർക്ക് നോക്കിയിട്ട് ഞാൻ കൊടുക്കും, ബാറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗീവ് അവേയിൽ എന്തായാലും ബാറ്റ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. അതൊക്കെ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറുക. ആ കോൺടെസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗീവ് അവേയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഒരു ക്ലാരിഫിക്കേഷനോടെ കിട്ടും കേട്ടോ. കാരണം ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്തതിനും ചടപ്പാണ്. ഇനി ഒരുപാട് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടിപ്സൊക്കെ പറഞ്ഞു തരാനുള്ളതാണ്. സോ അതിന് മുന്നേ 2-3 കിഡിലിന് ആപ്ലിക്കേഷൻസ് പറയാണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ്. ബാലൻസ് കണ്ടില്ലേ, 20,000 രൂപയാണ്, കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡ്രീം ഇലവൻ പോലെ തന്നെ ഏകദേശം 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് വെറും 260 രൂപ കൊടുത്താൽ മതി. ചെറിയ കോൺടെസ്റ്റിന് ഇത്രയും എൻട്രി ഫീസ് കമ്മിയായിട്ടാണെങ്കിൽ അതിന് മുകളിലുള്ള കോൺടെസ്റ്റുകൾ നിങ്ങൾ ഇവിടെ മുകളിലോട്ട് ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇതാണ്ടല്ലേ, ഒറിജിനൽ പ്രൈസിനെക്കാട്ടിലും വെട്ടിയിട്ട് ഇപ്പോൾ 11,200 രൂപയുള്ളത് 10,700 കിട്ടും. സോ അതൊക്കെ ഒരു നല്ലൊരു ഓഫറാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ്. ഇതാ 5,750 5,400 കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഇതത് കണ്ടില്ല, എല്ലാത്തിലും ഇവന്മാർ ഓഫർ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്തതിന് ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കും. ഇപ്പോൾ ഇതിലൊരു 5 പ്ലേയേഴ്സ് ഉണ്ടാവില്ല. ആന്ദ്രെ റസൽ, സുനിൽ നാരായൺ, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, പാറ്റ് കുമിൻസ്. ഇതിലിപ്പോൾ സുനിൽ നാരായണാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്. സുനിൽ നാരായണനെ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ബാക്കി ആരെങ്കിലും വേറെ ഒരാളെ പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് അങ്ങനെ വിന്നാൻ പറ്റും. കിടിലൻ ഫ്യൂച്ചറുള്ള ആപ്ലിക്കേഷനാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ ഇലവൻ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായും ട്രൈ ചെയ്യണം. കാരണം ഇവന്മാർ ഡെയിലി 1 lakhന് 2 lakhനൊക്കെയാണ് ഗീവ് കൊടുക്കുന്നത്. കൊൽക്കത്ത വേഴ്സസ് ഹൈദരാബാദ് ഈ ഒരു മാച്ചിൻ്റെ ഗീവ് വന്നിട്ടില്ല. ഐ തിങ്ക് മിനിമം 1 lakh അവർ കൊടുക്കുക. ഈ ഒരു മാച്ച് 2 lakh വരെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ 0 rupees ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 20,000 രൂപ വരെ കിട്ടും. ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഇതിൽ നമ്മളെ H4 ഒക്കെ ഇല്ലേ, വെറും 6 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. നല്ല രീതിയിൽ ഞാനിവിടെ ക്യാഷ് ഏൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വിഷൻ ഇലവൻ. സോ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷനും ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം നല്ല രീതിയിൽ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ മസ്റ്റ് ട്രൈ ആപ്ലിക്കേഷനാണ് നമ്മുടെ വിഷൻ ഇലവൻ. ദെൻ അതുപോലെ തന്നെ ഫോക്കസ് ഇലവൻ, എൻ്റെ ഒരു ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് 500 രൂപ കിട്ടും. അത് വെച്ച് കളിക്കാനൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. എൻട്രി ഫീസ് കുറവായിട്ടാണ് ഇവർ മേടിക്കാറുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ചോയ്സ് 11 ആണെങ്കിലും തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കാരണം ഇവിടെയും ഇവർ ഒരുപാട് ഓഫേഴ്സ് തരുന്നുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് എന്നൊക്കെ വെട്ടിയിട്ട് ഇതാ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ട്രൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ബാറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പോർട്ട്സി ആപ്ലിക്കേഷനാണ്. സോ സ്പോർട്ട്സി ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അത് ഇത് ലോഗൗട്ടായി കിടക്കുന്നത്. അപ്പോൾ സംഭവം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരാണ് ഈ ബാറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ, 500 രൂപ ക്യാഷ് ബോണസ് ഇട്ട് സ്പോർട്ട്സി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രിവ്യൂലോട്ട് വരാം. വെറുതെ കോമഡി കളിക്കാണെങ്കിൽ പ്രിവ്യൂലോട്ട് വേടാം അല്ലേ. പ്രോബബിലി നോക്കിയാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ ഗുർബാസ്, അതുപോലെ തന്നെ നമ്മുടെ സുനിൽ നരേൻ, വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ നിതീഷ് റാണ, റിങ്കു സിംഗ്, ആൻഡ്രയ റസൽ, അതുപോലെ തന്നെ രമദീപ് സിംഗ്, മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വൈഭവ് ഓര വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ ട്രാവിസ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, രാഹുൽ ത്രിപാഠി, ആദെ മാർക്കം, ഹെൻറിസ് ക്ലേസൻ, ദെൻ അതുപോലെ തന്നെ അബ്ദുൾ സമദ്, ഷബാസ് അഹമ്മദ്, പാറ്റ് കുമിൻസ്, ജയദേവ് ഉദനകണ്ട്, ദെൻ അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നിതീഷ് കുമാർ റെഡ്ഡി വരാൻ ചാൻസ് ഉണ്ട് ടി നടരാജൻ്റെ പ്ലേസിലോട്ട്. മസ്റ്റായിട്ട് 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യണമെന്ന് ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറിസ് ക്ലേസനും ദെൻ അതുപോലെ തന്നെ സുനിൽ നരേനും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമുകളിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കീ പ്ലേയേഴ്സായിട്ട് എടുത്തു പറയാനുള്ള 4 പേര് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ, ക്ലേസൻ, ദെൻ അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, ദെൻ സുനിൽ നരേൻ. ഈ ഒരു 4 പേരെയാണ് കീ പ്ലേയേഴ്സായിട്ട് എടുത്ത് പറയാനുള്ളത്. ഇനി അവരുടെ കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. KKR പ്ലേയേഴ്സിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സുനിൽ നരേൻ ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറാണ്. ഈ ഒരു സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഓൾറൗണ്ടറിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു പുള്ളിക്കാണ്. അപ്പോൾ സുനിൽ നരേനെ തീർച്ചയായിട്ടും നിങ്ങൾ പിക്ക് ചെയ്യണം. കാരണം ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ടോപ്പ് ഓർഡർ ബാറ്റിംഗ്, പിന്നെ 4 ഓവർ കൺഫേം ആയിട്ട് ബോളിംഗ് ഈസ് എ ഗുഡ് ഓപ്ഷനാണ്. ഈ ഒരു മാച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ മാച്ചിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണും. ഒരുപാട് പേര് ഇത് ഈ ക്രിക്കറ്റിൻ്റെ BCCIൻ്റെയൊക്കെ ടോപ്പിലുള്ളവന്മാരിരുന്ന് ഈ കളി കാണാം. സോ അപ്പോൾ ഈ പ്ലെയേഴ്സ് എല്ലാവരും ഇല്ലേ അവരുടെ മാക്സിമം സ്ട്രെങ്ത് എടുത്തിട്ട് പെർഫോം ചെയ്യും. സോ ദ തിങ് ഈസ് ആര് നന്നായി കളിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ചിലവരെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ശ്രേയസ് അയ്യർ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം ലാസ്റ്റ് ഒരു മാച്ചിൽ 24 ബോൾ 58 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്വാളിഫൈ 1, അതായത് അഗൈൻസ്റ്റ് സൺറൈസേഴ്സ് ആയിട്ടുള്ള മത്സരത്തിൽ തന്നെയായിരുന്നു. ദെൻ അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കാണ്, ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ ആണ്. ലാസ്റ്റ് മത്സരം SRHനെ പൊട്ടിച്ച് കളഞ്ഞത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ആ ഒരു ബൗളിംഗ് സ്ട്രെങ്ത് കൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ആണെങ്കിലും ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ക്വാളിഫയറിൽ അഗെയിൻസ്റ്റ് SRH 2 വിക്കറ്റ്സാണ് അദ്ദേഹം എടുത്തത്. സോ ഈ വാസ് എ ഗുഡ് ഓപ്ഷനാണ്. ദെൻ അതുപോലെ തന്നെ SRHലെ കീ പ്ലേയേഴ്സായിട്ട് പറയാനുള്ളത് ക്ലേസൻ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല രീതിയിൽ ആവറേജ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ ആണ്. ഈ ഒരു സീസണിൽ തന്നെ അദ്ദേഹം 42 റൺസാണ് പെർ മാച്ച് ആവറേജ് ഉള്ളത്. ദെൻ അഭിഷേക് ശർമ്മയാണെങ്കിലും ഓൾറൗണ്ടറാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വാളിഫയറിൽ പെട്ടെന്ന് ഔട്ടാകേണ്ടി വന്നത് എന്നാൽ കൂടെ അദ്ദേഹം വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓവർ ബോൾ ചെയ്ത് 2 വിക്കറ്റ്സിന് 24 റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടി നടരാജനാണ്, ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഷബാസ് അഹമ്മദും കഴിഞ്ഞ ഒരു മത്സരം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 2-3 വിക്കറ്റ്സ് ഒക്കെ എടുത്തായിരുന്നു. സോ ഈ വാസ് എ ഗുഡ് ഓപ്ഷൻ. ഈ ഒരു മത്സരം എന്തായാലും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ആയിട്ടൊന്നും ഇറക്കില്ല, ഡയറക്റ്റായിട്ട് ഇറക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ ഞാനിട്ട ടീം ഇട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 40 രൂപ ഇട്ട് 160 രൂപ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തില്ലല്ലോ, അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അപ്പോൾ ചില മാച്ച് ഇടുള്ളൂ എന്ന് മാത്രം, പക്ഷെ ഇടുന്നത് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മാച്ചല്ലേ SRH വേഴ്സസ് കൊൽക്കത്ത, എന്തായാലും 2 മാസം പോയത് അറിഞ്ഞില്ല. ഭയങ്കര സങ്കടം തോന്നുന്നു IPL തീരുമ്പോൾ. KKR വേഴ്സസ് SRH എന്നുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂ ടീമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലേസൻ നമുക്ക് പിക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ബോളിംഗ് സെക്ഷനിലാണെങ്കിൽ പാറ്റ് കുമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്. എന്നാ ബോളിങ്, ആ പണ്ടത്തെ ആ ഒരു ലെവൽ പുള്ളി തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. ലാസ്റ്റ് ഒരു മത്സരം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. വരുൺ ചക്രവർത്തി, ടി നടരാജൻ ഇവരെയൊക്കെ മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ റസൽ, നിതീഷ് കുമാർ റെഡ്ഡി ഒന്നും എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്തോ. അതുപോലെ അഭിഷേക് ശർമ്മ, ട്രാവിസ്, ശ്രേയസ് അയ്യർ വേണോ അതോ വെങ്കിടേഷ് അയ്യർ വേണോ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഏതെങ്കിലും ഒരു അയ്യറെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ടീം നോക്കുന്ന സമയത്ത് SRH അല്ല
നമ്മുടെ KKR കുറച്ച് സ്ട്രോങ് കുറവുള്ള മാതിരിയുണ്ട്. സോ നമുക്ക് ഗുർബാസിനെ തന്നെ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ മെയിൻ ഓൾറൗണ്ടറായിട്ട് നമുക്ക് ഷബാസിനെ വേണേൽ എടുക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ VC ഒബ്വിയസ്ലി ക്യാപ്റ്റൻസി സുനിൽ നാരായൺ തന്നെയായിരിക്കും. വൈസ് ക്യാപ്റ്റൻ നിങ്ങൾ കുറച്ച് ബുദ്ധിയോടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നടരാജൻ, ചക്രവർത്തി, ഇവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. സോ നമ്മുടെ ടീം ഒന്ന് നോക്കാം. ക്ലേസൻ, ഗുർബാസ്, അതുപോലെ തന്നെ ത്രാവിസെറ്റ്, വെങ്കിടേഷ്, അഭിഷേക് ശർമ്മ, സുനിൽ നാരായൺ, ആൻഡ്രേ റസൽ, മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കുമിൻസ്, ടി നടരാജൻ, വരുൺ ചക്രവർത്തി, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. സോ നമുക്ക് ആ ഒരു ഗീവ് അവേയുടെ കോൺടെസ്റ്റ് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കോൺടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടെ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അത് അറിയാത്തവർക്കാണെങ്കിൽ ഇവിടെ കോൺടെസ്റ്റ് പോകുന്നു, നമ്മൾ ക്രിയേറ്റ് കോൺടെസ്റ്റ് കൊടുക്കുന്നു. എൻട്രി ഫീസ് ഒന്നുമില്ല, അതാ 0 ആണ്. സ്പോട്ട് എത്ര പേര് വേണമെന്നാണ്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 5000 പേരില്ലേ, 5000 പേര് എന്തായാലും വരത്തില്ല, ഒരു 2500 കൊടുക്കാം. 2500 സ്പോട്ട്. ഇപ്പോൾ പേര് കോൺടെസ്റ്റിൻ്റെ പേര് നമുക്ക് എന്താ, ഫൈനൽ ഗീവ് അവേ SP4 ടെക് ഗീവ് അവേ കൊടുക്കാം. SP4 ടെക് ഗീവ് അവേ കൊടുത്തിട്ടുണ്ട്. ബാറ്റാണ്, ബാറ്റ് 1 2 3 ചുമ്മാ ഇരുന്നോട്ടെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്, ആദ്യത്തെ 1 to 3 പേർക്കാണ്. അപ്പോൾ പേര് ഇവിടെ കൊടുത്തു, കോൺടെസ്റ്റ് കൊടുത്തു, പ്രൈസ് പൂൾ കൊടുത്തു. ഇതെന്താ ആവൂലേ ഗൈസ്? 0 rupees കോൺടെസ്റ്റ് വരൂലേ? മിനിമം 5. സിംഗിൾ എൻട്രി ആണ്, മൾട്ടി എൻട്രി അല്ല, സിംഗിൾ എൻട്രി ആണ്. ഒരാൾക്ക് ഒരു ഇതിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതാ കൊടുത്തു, ഞാൻ 0 rupees ജോയിൻ ചെയ്ത്, നിങ്ങൾ 0 rupees ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ കോൺടെസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ഇപ്പോൾ ഇടാൻ പോവുകയാണ്. എന്തോ എത്ര നേരം ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടിട്ട് പിന്നെ ചെയ്ത് വെക്കണം. ഇതവിടെ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ കോൺടെസ്റ്റിലേക്ക് ജോയിൻ ആകാൻ പറ്റും. ഞാൻ അവിടെ ഓൾറെഡി ജോയിൻ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ കിടക്കണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമാതിരി കയറി ജോയിൻ ചെയ്യാം. അപ്പോൾ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാക്സിമം എല്ലാവരും. എനിക്ക് തരാൻ പറ്റുന്നത് ഇതൊക്കെയല്ലേ, അപ്പോൾ ഞാൻ ഇതെന്തായാലും തരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭയങ്കര സങ്കടമാണ്, വേറെ 100 സബ്സ്ക്രൈബേഴ്സ് മതി 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഗുഡ് ബൈ.